ഇവിടെ വയനാട്ടിൽ ഈ ഒരു കാടിൻ്റെ ഉള്ളിലായിട്ട് ഇത്ര മനോഹരമായ ഒരു ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കുട്ടേട്ടൻ്റെ കടയിൽ ഉണ്ണിയപ്പാണിത്. ഈ ഒരു ഉണ്ണിയപ്പത്തിന് ഒരു രഹസ്യ കൂട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഇഡ്ഡലിയൊക്കെ കിട്ടും. നമ്മളിവിടെ കുറുവാദ്വീപിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും ചെയ്യേണ്ട മനോഹരമായ ഒരു കാര്യം കൂടിയാണ്. ഇവിടെ അകത്തോട്ട് കയറുന്ന പലർക്കും അറിയില്ല, ഇവിടെ ഉള്ളിലായിട്ട് ഇങ്ങനെ കുളിക്കാനൊരു സൗകര്യമുണ്ട്. ഇവിടെ പല സ്ഥലത്തുനിന്നും ഭക്ഷണം കഴിച്ചെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് കിട്ടുന്ന പോലെയല്ല, ഇവിടുത്തെ ചോറിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് മാനന്തവാടിയിലാണ്. ഇപ്പൊ സമയം 5:45. നമ്മളിപ്പോ ഫസ്റ്റ് ഇവിടുന്ന് പോകുന്നത് തിരുനെല്ലിയിലോട്ടാണ്. ഈ ഒരു സമയം ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് തിരുനെല്ലി പോകുന്ന വഴിയിൽ കാട്ടിക്കുളം കഴിഞ്ഞു കഴിഞ്ഞാല് കുറെ മൃഗങ്ങളെയൊക്കെ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാനൊക്കെ പറ്റും. എന്നിട്ട് നമ്മൾ അവിടുന്ന് കുറുവദ്വീപ് പോകും. കുറുവദ്വീപ് നമ്മുടെ അവിടെ ലിമിറ്റഡ് ടിക്കറ്റ്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് അവിടെ എത്തണം. എന്നിട്ട് നമ്മൾ അവിടുന്ന് അവിടെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമുണ്ട്, നെട്ടറ എന്ന് പറഞ്ഞിട്ട്, അവിടെ പോവും. ചേകാടി, അങ്ങനെ കുറെ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഒക്കെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ പോകുന്ന മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ദൂരെയായിട്ടാണ് തിരുനെല്ലി എന്ന് പറയുന്ന ക്ഷേത്രവും ആ ഗ്രാമവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് നെട്ടറ. ഈ നെട്ടറ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ പ്രത്യേകത, വയനാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ കാഴ്ചകളുണ്ട്. കുന്നുകൾ, കാട്, അങ്ങനത്തെ എല്ലാ മുൻവിധികളെയും മാറ്റി എഴുതാൻ പറ്റിയ മനോഹരമായ ഒരു ഗ്രാമമാണ് നെട്ടറ. നെട്ടറ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് വയനാടാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഒരു ഭാഗത്തൂടെ കാളിന്നി നദി മനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നദിയുടെ തീരത്തായിട്ട് കുറേ നെൽപ്പാടങ്ങൾ, ആ നെൽപ്പാടത്തിന്റെ നടുക്കിലൂടെ മനോഹരമായിട്ട് പോകുന്ന റോഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ പോയാൽ കാണാനുണ്ട്. ആദ്യമൊക്കെ നെട്ടറ എന്ന് പറയുന്ന ഗ്രാമത്തിലോട്ട് അധികം ആളുകളൊന്നും പോവാറുണ്ടായിരുന്നില്ല. കാരണം അങ്ങോട്ട് റോഡ് സൗകര്യമൊക്കെ വളരെ കുറവായിരുന്നു, മോശം റോഡുകളായിരുന്നു. പക്ഷെ ഇപ്പം നെട്ടറയുടെ ഗ്രാമത്തിന്റെ നടുവിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയലുകളുടെ നടുവിലൂടെ പോകുന്ന മനോഹരമായ റോഡ്, അതിനോട് ചേർന്നൊഴുകുന്ന കാളിന്നി നദി, അതിൻ്റെ മറ്റേ വശത്തായിട്ട് കുറേ മനോഹരമായ നെൽപ്പാടങ്ങൾ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മനോഹരമായ ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്നില്ലേ? ആ കാഴ്ചയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോവും. അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ കുറുവാദ്വീപ്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കായിട്ട് കാണാനുണ്ട്. ഇപ്പോഴും നമ്മൾ നെട്ടറ എത്തിയിട്ടില്ല. ഞാൻ തിരുനെല്ലിയിൽ നിന്ന് നെട്ടറയുടെ അങ്ങോട്ട് കടക്കുന്ന ഭാഗത്തായിട്ട് ഒരു നല്ല നെൽപ്പാടം കണ്ടപ്പോൾ ഒന്ന് ഉള്ളിലോട്ട് ഇറക്കിയതാണ്. ഒരു ആഗ്രഹം തോന്നിയിട്ട് ഇതിൻ്റെ നടുവിലോട്ട് അങ്ങ് ഇറക്കിയതാണ്. വലിയ റോഡൊന്നുമില്ല, ചെറിയൊരു വഴി കണ്ടപ്പോൾ അങ്ങ് ഇറക്കിയതാ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ കയറാൻ പോകുന്നത് നെട്ടറയിലോട്ടാണ്. ഞാനിപ്പോൾ കടന്നു വന്ന പാലമില്ലേ, ആ പാലം കടന്നു വരുന്നത് നെട്ടറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ആ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാളിന്നി നദി ഒഴുകുന്നുണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അങ്ങോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അവിടെ നമുക്ക് ബൈക്കൊക്കെ നിർത്തി വെച്ചിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മുന്നിൽ? അവിടെയായിട്ട് കുറേ നെൽപ്പാടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ അവിടെ നിർത്തിയിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഞാനിതപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലിയുടെ തൊട്ടടുത്തായിട്ടുള്ള നെട്ടറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് വയനാടാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇവിടെ മുഴുവൻ നെൽപ്പാടങ്ങൾ. അതിമനോഹരമായൊരു ഗ്രാമത്തിൻ്റെ കാഴ്ച നമുക്ക് നെട്ടറ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഞാൻ അവിടെ തിരുനെല്ലി പോയിട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം ഇങ്ങോട്ടൊന്ന് വന്നതാണ്, രാവിലത്തെ അവിടുത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ച് തിരുനെല്ലി അവിടെ പോയിട്ട് അമ്പലത്തിൻ്റെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ വന്ന വഴിയല്ല, തോൽപ്പെട്ടി വഴി പോയിട്ട് നമുക്ക് കുറുവാദ്വീപിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ആദ്യം ഇവിടെയുള്ള ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇവിടെ നെട്ടറയിൽ വയലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്കൂളാണ് നിങ്ങൾ എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്.
അപ്പോൾ ഈ ഭാഗത്തൂടെ ഒക്കെ നമുക്ക് ബൈക്ക് എടുത്ത് പോകാൻ പറ്റുന്ന ചില ചെറിയ സ്ഥലങ്ങളിലൂടെ ഒന്ന് എടുത്ത് പോകാമെന്ന് വെച്ചിട്ടാണ്. എങ്കിലും മനോഹരമായിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ. ഇതിന് തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടുത്തെ പാട്ടാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഇവിടെയുള്ള ചെറിയ റോഡുകളിലൂടെയൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറയുന്നത് വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ നെട്ടറയിലോട്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ വന്ന് കാണാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ക്രോസ് ചെയ്യുന്നത് കാളിന്തി നദിയാണ്. ഇനി നിങ്ങൾക്ക് നദിയുടെ ഭാഗം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ സൈഡിലോട്ടൊന്ന് ഇറക്കി വെക്കാന്ന് വെച്ചിട്ടാണ്. കാളിന്തി നദിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പുറകു വശത്തൂടെ ഒഴുകി ഞാൻ ഈ പറഞ്ഞ നെട്ടറ എന്ന് പറയുന്ന ഗ്രാമത്തിലൂടെയൊക്കെ ഒഴുകി കബനി നദിയിലോട്ട് ചേരുന്ന കബനിയുടെ ഒരു പോഷക നദിയാണ് കാളിന്തി. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് മുഴുവൻ നെൽപ്പാടങ്ങളാ, അതിന്റെ പുറകില് മലനിരകള്, അതിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന കാളിന്തി നദി. ഞാൻ ഇവിടെ ഒരു പുഴയുടെ ഭാഗം കണ്ടപ്പോ വണ്ടി ഇങ്ങോട്ടൊന്ന് ഇറക്കിയത്. അങ്ങോട്ട് റോഡൊന്നുമില്ല കാര്യമായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മരം കണ്ടോ, ഇതേ ഓൾമോസ്റ്റ് പുഴയിലോട്ട് ഇറങ്ങി കിടക്കുക. പേരുകളൊക്കെ നോക്ക്, ഇഷ്ടംപോലെ ഉരുളൻ കല്ലുകളുണ്ട് ഇവിടെയൊക്കെ. അധികം വൃത്തികേടായിട്ടൊന്നും കിടക്കുന്നില്ല കേട്ടോ ഈ ഒരു പുഴ. അവിടെ സോപ്പ് പൊടിയുടെ ഒരു പാക്കറ്റ് കണ്ടു എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതാ ഈ ഭാഗം മുഴുവൻ പാടങ്ങളാ. അതുവഴിയാണ് അവിടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്, അവിടെയാണ് റോഡ് വരുന്നത്. ഇത് പാലം. ഇവിടെ നെട്ടറയിലെ കാഴ്ചയൊക്കെ കണ്ട് കുറെ നേരം അവിടെയൊക്കെ ചുറ്റി നടന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ക്ഷേത്രത്തിന്റെ ഭാഗത്തോട്ട് തന്നെ പോവാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന്റെ മുന്നേ അവിടെ ഇറിഗേഷന്റെ ഭാഗമായിട്ട് വരുന്നത്, അതായത് കാളിന്തി നദിയിൽ തന്നെ വരുന്ന ചെറിയൊരു അക്വഡേറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ നേരെ പുറകു സൈഡിലായിട്ട് ആ ഭാഗത്തോട്ട് ചെറിയൊരു റോഡ് വഴി, ഈ കാണുന്ന ഒരു റോഡ് വഴി നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കാളിന്തി നദിയുടെ ആ ഒരു ഭാഗത്ത് എത്താൻ പറ്റും. അധികം ആളുകളൊന്നും പോവാത്ത കാളിന്തിയുടെ ആ ഒരു ഭംഗിയോടുകൂടി. ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞില്ല, നേരത്തെ അവിടെയും നമ്മൾ വൃത്തികേടായിട്ടൊന്നും കിടക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഭാഗത്തോട്ടൊന്നും അധികം ആളുകൾ വന്നിട്ട് നോക്കാറില്ല. ഈ റോഡ് എന്ന് പറയുന്നത് ശരിക്കും റിസോർട്ടിലോട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ ആ റോഡ് വഴി നമുക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഇറിഗേഷന്റെ ഭാഗമായിട്ട് കിടക്കുന്ന ആ ഭാഗങ്ങളിൽ പോയിട്ട്, അതായത് ഏകദേശം കാടിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന പോലെ നമുക്കൊരു ഫീല് കിട്ടും. അങ്ങനെയുള്ളൊരു ഭാഗമാണ് കാളിന്തിയുടെ ആ ഒരു സൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് കാളിന്തി നദി. ഇതിപ്പോൾ നേരെ അവിടെ റിസോർട്ടിൻ്റെ അവിടെ പോയിട്ട് ഈ റോഡ് അവസാനിക്കും. അപ്പോൾ നമ്മൾ അവിടം വരെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു വന്നതാ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇറിഗേഷന്റെ ഭാഗത്ത് പോയിട്ട് ആ സൈഡ് ഒന്ന് കാണാം. ഇത് അവിടുന്ന് കുറെ മാറിയിട്ട് കാളിന്തി നദിയുടെ തന്നെ മറ്റൊരു ഭാഗമാണ്. അത് മാത്രമല്ല ഇവിടെയൊക്കെ ഈ ഒരു വെള്ളത്തിന്റെ ക്ലാരിറ്റി കണ്ടോ. അതുവഴി ഇങ്ങനെ ഒഴുകി വരുന്നതാ. ഇവിടെയൊക്കെ വലിയ മരങ്ങൾ വന്ന് അടിഞ്ഞിട്ട് അത് മുറിച്ചു മാറ്റിയതാ. ഒരാളും മനുഷ്യനും ഇല്ല ഇവിടെയൊന്നും. പക്ഷെ നല്ല ഭംഗിയാണ്. നിങ്ങൾ അവിടെയായിട്ട് കാണുന്നതൊക്കെ ഇല്ലേ, ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗങ്ങളാണ്. അങ്ങോട്ടേക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് പോവാം. ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രത്തിലെ കാഴ്ചകൾ, ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിലും നമുക്ക്, പിന്നെ പാപനാശിനി കാണാം. പിന്നെ അവിടെ തന്നെ കാടിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ശിവക്ഷേത്രമുണ്ട്, അതും കാണാം. അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അവിടെ പോയിട്ട് കാണാനുണ്ട്. ഇതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ബ്രഹ്മഗിരി മലനിരകളിൽ കർണാടകയുടെ അതിർത്തിയോട് ചേർന്ന് കമ്പമലയുടെയും കരിമലയുടെയും വരടിക എന്ന് പറയുന്ന കർണാടകയിലെ മലനിരകളുടെ ഒക്കെ നടുവിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലി ക്ഷേത്രം എന്ന് കൂടാണ്ട് തന്നെ ബ്രഹ്മഗിരി ക്ഷേത്രം, സഹ്യമല ക്ഷേത്രം എന്നൊക്കെ
ഈ ഒരു ക്ഷേത്രത്തെ വിളിക്കാറുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തോട് ചേർന്ന് ധാരാളം നെല്ലി മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആമലക ക്ഷേത്രം എന്നും കൂടെ ഈ ഒരു ക്ഷേത്രത്തിന് പേരുണ്ട്. ആമലക എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ്. അങ്ങനെ ഒരു പേര് കൂടെ ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. 30 കരിങ്കൽ തൂണുകൾ കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ ഒന്നാണ് നിങ്ങൾ ഈ കാണുന്ന കരിങ്കൽ പാത്തി. ഇത് ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് അത്രയും ദൂരെ നിന്ന് ഇങ്ങോട്ടേക്ക് ശുദ്ധജലം എത്തിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാ. ഇതിന്റെ പുറകിലായിട്ടുള്ള കഥയാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് ചിറക്കൽ രാജാവിന്റെ പത്നി ഒരിക്കൽ ഇവിടെ വന്ന സമയത്ത് വെള്ളം ചോദിച്ചപ്പം പാമദാശിനിയിൽ നിന്ന് ഇത്രയും ദൂരത്തോട്ട് വെള്ളം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് ശാന്തിക്കാരൻ പത്നിയോട് പറയുകയും അങ്ങനെ ഇനി ഇവിടെ ശുദ്ധജലം എത്തിച്ചിട്ട് മാത്രമേ താൻ ഇനി എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുള്ളൂ എന്നുള്ള പ്രതിജ്ഞയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കരിങ്കൽ പാത്തിയാണിത്. അത്രയും ദൂരം നിന്ന് ശുദ്ധജലം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയാണ് കേട്ടോ ഇത്. ഇനി ഈ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ചേര രാജാക്കന്മാരായിരുന്ന ഭാസ്കര രവിവർമ്മൻ 1, 2 ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇറക്കിയ ചെമ്പ് നാണയങ്ങളിലൊക്കെ ഈ ഒരു ക്ഷേത്രത്തെ പറ്റിയുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലുള്ള കുംബ്ല രാജവംശമായിട്ടും കുറുമ്പനാട് രാജവംശമായിട്ടും വയനാട് രാജാക്കന്മാരായിട്ടും കൂർഗില രാജാക്കന്മാരായിട്ടൊക്കെ പല ബന്ധങ്ങളും ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജവംശത്തിന്റെ കാലഘട്ടങ്ങളിലും ഈ ക്ഷേത്രമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ അതിനേക്കാളൊക്കെ പുരാതനമായ 2 ഗ്രാമങ്ങൾ ഈ ക്ഷേത്രത്തിനോട് ചേർന്നുണ്ടായിരുന്നത്രേ. അതിലൊന്നാണ് പാമനാശിനി ഗ്രാമം, രണ്ടാമത്തതാണ് പഞ്ചതീർത്ഥ ഗ്രാമം. ആ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന ജനങ്ങൾ പകർച്ചവ്യാധി പോലെയുള്ള എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ചു എന്നും പിന്നീട് ആ ഗ്രാമങ്ങൾ നശിക്കപ്പെട്ടതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇന്നും മാനന്തവാടിയിലുള്ള ചില സ്ഥലങ്ങളിലുള്ളവർ തങ്ങളുടെയൊക്കെ കുടുംബത്തിന്റെ തായ്വേരുകൾ ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് പഞ്ചതീർത്ഥ കുളം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 2 ഗ്രാമങ്ങൾ, ഒന്ന് ഈ ഒരു കുളത്തിന്റെ പേര് അതായത് പഞ്ചതീർത്ഥ ഗ്രാമം എന്നും രണ്ടാമത്തത് ഇനി നമ്മൾ കാണാൻ പോകുന്ന പാമനാശിനിയുടെ പേരിലായിരുന്നു അത്ര അറിയപ്പെട്ടിരുന്നത്. കുളത്തിൽ വെള്ളം കുറവാണ്. ആമ്പൽ കണ്ടോ, നല്ല താമരയല്ല കേട്ടോ, അത് ആമ്പലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പഞ്ചതീർത്ഥ കുളം, എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. തിരുനെല്ലി ക്ഷേത്രത്തിലെ കാര്യങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇപ്പൊ കണ്ടത്. ഇനിയിപ്പോ ഈ വഴി നേരെ പോകുന്നത് പാപനാശിനിയിലോട്ടാ. ഇവിടെയായിട്ടൊരു ശിവക്ഷേത്രമുണ്ട്. അതായത് ഒരു കാടിന്റെ ഉള്ളിലായിട്ട് അവിടെ നമുക്ക് പോവാം. ആദ്യം നമുക്ക് പാമദാശിനിയുടെ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം വെള്ളം ഉണ്ടാവുമോ എന്നറിയില്ല. അവിടെ പഞ്ചതീർത്ഥത്തിൽ വെള്ളം കുറവായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയി. തിരുനെല്ലി ക്ഷേത്രം ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ബലികർമ്മങ്ങളുടെ പേരിലാണ്. ബലികർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ബലികർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു പാപനാശിനിയാണ്. ഈ ഒഴുകി വരുന്നതാണ് പാപനാശിനി. പാപനാശിനി എന്ന് ഇതിനെ വിളിക്കുന്നത്. ഈ ഒരു പുഴയിൽ കുളിച്ചു കഴിഞ്ഞാൽ പാപങ്ങൾ ഇല്ലാണ്ടാവുന്നാണ് പറയാ. ഇത് ഇപ്പം വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഒഴുകുന്നുള്ളൂ. പണ്ട് ഒരു പുഴയായിട്ട് തന്നെ ഒഴുകിയിരുന്നൊരു നീർച്ചാലായിരുന്നു. ഇപ്പം അത്രത്തോളം വെള്ളമൊന്നുമില്ല. ഞാൻ മുകളിൽ അവിടെ ബലികർമ്മങ്ങൾ നടക്കുന്നത്, അതായത് നമ്മുടെ മലബാറിൽ ഒട്ടുമിക്ക ജില്ലകളിലെ ആളുകളും ബലികർമ്മങ്ങൾക്കായിട്ട് വരുന്നത് ഇവിടെ തിരുനെല്ലിയിലാണ്. അപ്പോൾ അവര് ബലിയിട്ട ശേഷം മുങ്ങി നിവരുന്നത് ഈ ഒരു പാപനാശിനിയിൽ. അതിന് വേണ്ടിയിട്ട് അവിടെ ബണ്ടുകളൊക്കെ കെട്ടി വെള്ളം എല്ലാ സമയത്തും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ അവിടെ ബണ്ടുകൾ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ വെള്ളം വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഓരോരുത്തർ ബലി ഇടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് സെയിം ഇതന്നെയാണ്. അവിടെ കുറച്ചുകൂടി വെള്ളം കൂടുതൽ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അവിടെയുള്ള ആ ഒരു ശിവക്ഷേത്രം കൂടെ കാണാൻ പോവാം. അത് ആ ഒരു കാടിന്റെ കുറച്ച് ഉള്ളിലോട്ട് നമുക്ക് നടന്നു പോകാനുണ്ട്. വഴി നടന്നു പോയിട്ടാണ് ഞാൻ പറഞ്ഞ ശിവക്ഷേത്രം ഉള്ളത്. അതൊരു ഗുഹയുടെ അകത്തായിട്ടാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. നമുക്കവിടെ വിഗ്രഹം കാണണമെങ്കിൽ കുനിഞ്ഞു നിന്ന് ഉള്ളിലോട്ട് നോക്കണം. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പിന്നിൽ ഒരു ഐതിഹ്യം കൂടെ വരുന്നുണ്ട്. അതായത് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് ബ്രഹ്മാവാണെന്നും ബ്രഹ്മാവ് ഈ ഒരു ക്ഷേത്രം മഹാവിഷ്ണുവിന് സമർപ്പിച്ചതാണെന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾക്ക് ബ്രഹ്മഗിരി എന്നുള്ള പേര് വന്നത്. പിന്നെ മറ്റൊരു കാര്യം, മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയിരുന്ന 3 മലയാളികൾ വഴിതെറ്റി ഇവിടെ വന്ന് വിശന്ന് വലഞ്ഞ് അങ്ങനെ പുരാതനമായൊരു ക്ഷേത്രം കാണുകയും അതിൻ്റെ ചുവട്ടുനിന്ന് കുറേ നെല്ലിക്കകൾ അവർക്ക് ഭക്ഷണമായിട്ട് ലഭിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അശരീരി കേട്ടു എന്നും അങ്ങനെ അവിടെ പരബ്രഹ്മ രൂപിയായിട്ടുള്ള ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന് അവർ തിരുനെല്ലി എന്ന് പേരിട്ടതെന്നൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഐതിഹ്യ കഥകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് തീർത്ഥാടനത്തിനും മറ്റു ആളുകളൊക്കെ വന്നു തുടങ്ങിയത്.
ഇപ്പോഴും നമുക്ക് ഈ ക്ഷേത്രത്തിനോട് ചുറ്റുമുള്ള വനങ്ങൾ ഇഷ്ടം പോലെ നെല്ലിമരങ്ങൾ കാണാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ട പഞ്ചതീർത്ഥത്തിൽ മീനുകൾ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്തായിട്ട്. ആ കാണുന്ന മൊത്തം മീനുകളാ. നല്ല രസമല്ലേ അത്? അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. പുറത്തിറങ്ങിയ സമയത്താണ് ഈ ഒരാളെ കാണുന്നത്. പുള്ളീനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പുള്ളി ഇവിടെ മുളയരി പായസം വിൽക്കുന്ന ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല അത്യാവശ്യം ആളുകളൊക്കെ കാണുന്ന വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ കുറുവാദ്വീപിലോട്ടാണ്. പക്ഷെ പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിർത്തുന്നത്. എവിടെയാണ് നിങ്ങൾക്ക് അവിടെ നിർത്തുന്ന സമയത്ത് മനസ്സിലാവും. ഈ റൂട്ടിൽ പോകുന്ന ആളുകളൊക്കെ മിക്കവാറും കയറുന്നൊരു സ്പോട്ടാണ്, ഫേമസ് ആയിട്ടുള്ളതാണ്. അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ വഴിയല്ല വന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം മൃഗങ്ങളൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ റൂട്ടിൽ വരുവാണെങ്കിലാണ് നമുക്ക് നല്ല പോലെ, അതും രാവിലെ നമ്മളൊരു 6 മണിയൊക്കെ സമയത്താണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ആനേനെയും മാനുകളെയൊക്കെ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. മാനുകളുടെ കാര്യം ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പം തന്നെ നമുക്ക് മാനുകളെയൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ വണ്ടി അധികം നേരം നമുക്ക് നിർത്താൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ പോകണം. പോകുന്നത് ഇവിടെ നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു കാളീശ്വര ക്ഷേത്രത്തിലാണ്. അധികം ആർക്കും അറിയണ്ടാവില്ല, പക്ഷെ നമ്മളിത് ഒരു മൂവിയിൽ കണ്ടിട്ടുണ്ട്. പ്രണയവിലാസം എന്ന് പറയുന്ന മൂവിയിൽ അവർ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇത് അങ്ങനെ എപ്പോഴും ആൾക്കാർ പോകുന്ന ക്ഷേത്രമൊന്നുമല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പഴയ ക്ഷേത്രമാണ്. ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലുണ്ടാവും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം. ഇങ്ങനെയുള്ള കുറേ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. നിത്യപൂജയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ മനസ്സിലൊക്കെ സങ്കല്പിക്കുന്നതിനേക്കാളും പഴക്കം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. റോഡിനോട് ചേർന്നിട്ടൊന്നുമല്ല, റോഡിന് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഈ ഒരു ക്ഷേത്രം. 2 ശ്രീകോവിലുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രതിഷ്ഠ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമുക്ക് നോക്കി മനസ്സിലാക്കാനുള്ള കഴിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചിലർക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവുണ്ടാവും. അതിൻ്റെ ആകൃതിയൊക്കെ വെച്ചിട്ട് കാളീശ്വര ക്ഷേത്രം എന്നുള്ളൊരു ബോർഡൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോയ വഴി. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പോട്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട. ഇവിടെ കുറേ മാലകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ വീക്ക് ഡേയ്സിലാണ് വന്നത്, വീക്കെൻഡ് ഒന്നുമല്ല, അതുകൊണ്ടാണ് വലിയ തിരക്കില്ല. പിന്നെ ഏകദേശം ഇപ്പോൾ ഉച്ചയാവാറുമായി. ഉണ്ണിയപ്പം, അതുപോലെ തന്നെ 1 8 രൂപ, പാക്കറ്റ് 60, ഇഡ്ഡലി, ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. ഈ ഒരു വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ കർണാടകയുടെ ബോർഡറാണ്, അധികം ദൂരമൊന്നും പോകാൻ പറ്റില്ല. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു റൂട്ടിലാണ് പോകേണ്ടത്. ഈ ജംഗ്ഷനിലാണ് ഈ ഒരു കട കിടക്കുന്നത്. പഴയൊരു ടൈപ്പിൽ നല്ലൊരു വൈബോട് കൂടിയ, നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലോട് കൂടിയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഞാൻ 1 പ്ലേറ്റ് ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. 3 ഇഡ്ഡലിയും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സാമ്പാറും, പിന്നെ ഒരു നമ്മുടെ സമ്മന്തി ഇല്ലേ, ചമ്മന്തി എന്ന് പറയുന്ന ചട്നിയല്ല, സമ്മന്തി തന്നെയാണ്. ഇനിയിപ്പോൾ ഉണ്ണിയപ്പം ഞാൻ 2 ഉണ്ണിയപ്പാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നമുക്ക് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും കിട്ടും, പാലൊഴിച്ച ചായയൊന്നും കിട്ടൂല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സാധനം, ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമലി കഴിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ഓക്കെ. അല്ലാതെ തന്നെ നമുക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അതാണ് ഇവരുടെ ഒരു കൈപ്പുണ്യം. അവിടുന്ന് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കുറുവാദ്വീപിലോട്ടാണ് പോകുന്നത്. കുറുവാദ്വീപിൽ നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്. ഓൺലൈനായിട്ട് ഞാൻ ടിക്കറ്റ് ബുക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ എത്ര 200 പേർക്കോ മറ്റേ ടിക്കറ്റ് കിട്ടുള്ളൂ. അത് ലിമിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവർ. ഓൺലൈനായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പോയി നോക്കാം എന്തായാലും. അങ്ങനെ ഞാനിവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഞാൻ ഈ മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടമല്ലേ, അതിൽ നമുക്ക് കുറച്ചു നേരം യാത്ര ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. പിന്നെ ദ്വീപിലോട്ട് കിടക്കാൻ ഒരു എൻട്രി ടിക്കറ്റും, രണ്ടും വേറെ വേറെയാണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദ്വീപിലോട്ടുള്ള എൻട്രി ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ
ഈ ഒരു ചങ്ങാട യാത്രയുടെ ടിക്കറ്റ് കൂടി എടുക്കുന്നത് നല്ല രസമായിരിക്കും. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ ഒരു ചങ്ങാടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് കബനി നദിയാണ്. കബനി നദി വന്നിട്ട് കുറുവാ ദ്വീപിന്റെ അടുത്തെത്തുന്ന സമയത്ത് രണ്ട് ഭാഗങ്ങളായിട്ട് ഒന്ന് ദ്വീപിന്റെ ഈ സൈഡിൽ കൂടെയും ഒന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെയും പോയിട്ട് വീണ്ടും യോജിച്ചിട്ട് ഒഴുകുക ചെയ്യാം. ഞാനിവിടെ എത്തിയ സമയത്ത് ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിലിൻ്റെ പ്രശ്നം ചെറുതായിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ ചെങ്ങാടത്തിൽ പോകുന്നത് ഈ നദിയുടെ, അതായത് ദ്വീപിനോട് ചേർന്ന ഭാഗത്തൂടെയും മറ്റേ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ചില സൈഡിൽ നിന്ന് മാത്രമേ പുള്ളി തുഴയുന്നുള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആ കയറിൽ പിടിച്ചാണ് നമ്മളെ കൊണ്ടുപോവുക. നിങ്ങൾ ഈ നേരെ കാണുന്ന മരത്തിൻ്റെ മുകളിലായിട്ട് ഒരു പുള്ളി ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, നല്ലൊരു ഉടുമ്പാണ്. സാധാരണ നമ്മൾ ഉടുമ്പിനെ കാണുന്ന സമയത്തെ ഒരു ബ്രൗൺ കളറല്ലേ, ഇത് കുറച്ചുകൂടി ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട്. വലിയ വലുപ്പമൊന്നുമില്ല, എന്നാലും പേടിയാവും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ദ്വീപിൻ്റെ അകത്തോട്ട് കടക്കാൻ പോവാണ്. ഇതുപോലെ വലിയൊരു ചങ്ങാടത്തിൽ ഒരുപാട് ആളുകൾ ഇരുന്നിട്ടാണ് നമ്മൾ ദ്വീപിൻ്റെ അകത്തോട്ട് പോവുക. നിങ്ങൾ എൻട്രി ടിക്കറ്റ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരു ചങ്ങാടത്തിൽ കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ എവിടെയുള്ളത്? കുറുവാ ദ്വീപിലാണ്. അവിടുന്ന് ഈ ഒരു മുളയുടെ ചങ്ങാടത്തിൽ ഇപ്പുറത്തോട്ട് വന്നു. ഇവിടെ ഒരു ഫോറസ്റ്റ് വോക്ക് പോലെ ഈ ഒരു ദ്വീപിൻ്റെ അകത്ത്, കുറുവാ ദ്വീപാണല്ലോ ഈ ദ്വീപിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് കബനി നദിയാണിത്. കബനി നദി അവിടുന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റായി, ഒന്ന് ഈ ദ്വീപിൻ്റെ ആ സൈഡിൽ കൂടെ ഒന്ന് ഈ സൈഡിൽ കൂടെ ഒഴുകിയിട്ട് അവിടുന്ന് ജോയിൻ്റ് ആയിട്ട് അങ്ങ് പോകും. അതിൻ്റെ ഇടയിലുള്ളൊരു തുരുത്താണ് ശരിക്കിത്. അപ്പോൾ നമ്മൾ ആ ഒരു മുളയുടെ ചങ്ങാടത്തിൽ നേരെ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പം ഇവിടുന്ന് ഒരു നമ്മൾ ഫോറസ്റ്റ് വോക്ക് പോലെ ഇങ്ങനെ മൊത്തം ഒന്ന് നടന്ന് കാണാൻ പറ്റും. അതാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു വെയിലിലും നല്ല സൺലൈറ്റൊക്കെ. ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള നല്ല രസത്തിൽ നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റും. ഇവിടെ വേലി മറികടന്ന് പോകരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, അവിടെ ചൂടായി. നമ്മളിങ്ങോട്ട് കടന്ന സമയത്തൊക്കെ ചൂടായിരുന്നു. അപ്പം നേരെ തണുപ്പായി. ഓ, ഭംഗി, അടിപൊളി. ഇവിടെ നമുക്ക് മൊത്തത്തിൽ ഒരു 2-3 കിലോമീറ്റർ ദൂരം ഈ ഒരു ദ്വീപിൽ കൂടെ ഇങ്ങനെ ചുറ്റി നടക്കാൻ പറ്റും. നല്ല രസമാണ്, നല്ല തണലും ഈ മരങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ. വേറെ നമുക്കൊന്നും സ്പോട്ട് ചെയ്യാനൊന്നുമില്ല. ചില പക്ഷികളുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നതല്ലാണ്ട് വേറെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇവിടുത്തെ രസം എന്ന് വെച്ചാൽ ഇപ്പം സമയം ഉച്ചയാവാറായില്ലേ, പുറത്ത് നല്ല വെയിലുമാണ്. ആ സമയത്ത് പോലും നല്ല രസത്തിൽ മൊത്തം അങ്ങനെ ചുറ്റി നടന്ന് കാണാൻ പറ്റും. ഒരു ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും വന്നിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ നമുക്ക് ഇവിടെ ടൈമൊന്നുമില്ല. ചില സമയം നമ്മൾ പറയൂലേ വൈകുന്നേരം വന്നാൽ രസം, ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ രാവിലെ ഓപ്പൺ ആവുന്ന സമയം തൊട്ട് ക്ലോസ് ചെയ്യുന്ന സമയം വരെ ഏത് സമയത്ത് വന്നാലും നല്ല ഭംഗിയിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റുന്നൊരു സ്പോട്ട്. അതാണ് ഈ ഒരു കുറുവാ ദ്വീപിൻ്റെ രസം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ദ്വീപിൻ്റെ 2 ഭാഗത്തൂടെയും ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ വന്ന ഭാഗമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള കബനി നദിയാണ്. ഇതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. 2 ഭാഗത്തു നിന്നും ഇങ്ങോട്ട് എൻട്രൻസ് വരുന്നുണ്ട്.
ഈ ഒരു ദ്വീപിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും എൻഡായിട്ടുള്ള കബനി നദിയുടെ ഈ ഒരു ഭാഗമാണ്. ഇവിടെ മുഴുവൻ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന അതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു നദി ഒഴുകുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നദിയുടെ സൗണ്ടൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലൊക്കെ പുഴയുടെ അകത്ത് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ നമുക്ക് പുഴയിൽ ഇറങ്ങിയിട്ട് കുളിക്കാനും നല്ല രസമാണ്. ആ ഒരു ഇപ്പം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്പോട്ട് ഇവിടെ മാത്രമാണ്. ഈ വരുന്ന വഴിയിലൊന്നും നമുക്ക് നദിയിലോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. ഈ ഒരു എൻഡിൽ മാത്രമാണ് നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ചേകാടി എന്ന് പറയുന്ന ഗ്രാമം. നമ്മളവിടെ പോകും. ഏകദേശം 2 മണിയായ സമയത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. കുറേ നേരം അവിടെ ഇരുന്നു ആ ലാസ്റ്റ് ഭാഗത്ത് പോയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിവിടെ കുടുംബശ്രീയുടെ ചേച്ചിമാർ നടത്തുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് പറയുക. പിന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ, എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു യാത്രയുടെ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.